ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് എന്താണെന്നും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെറ്റ്, അതുപോലെ സെറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യം, വെൻ ഡയഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്താണെന്നാണ് കേട്ടോ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ് മറ്റ് ക്ലാസ്സുകളിലൊക്കെ, +2 പഠിച്ച അല്ലേ. അപ്പൊ എന്താണ്, ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലോട്ട് അസൈൻ ചെയ്തിരിക്കുന്ന റൂളിനെയാണ് അല്ലെങ്കിൽ റിലേഷനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സെറ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം അല്ലെ. ലോകത്ത് ആരോടും സെറ്റ് ഒരു ഇന്നയാള് ആ സെറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ പറയാൻ പറ്റണം. അതാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ പോലെ ഫംഗ്ഷനും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, എക്സ് ആൻഡ് വൈ ബി എനി ടു നോൺ എംപ്റ്റി സെറ്റ്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് രണ്ട് നോൺ എംപ്റ്റി സെറ്റ് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ. ഇപ്പം നമ്മൾ ഫംഗ്ഷൻ ഇവിടെ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ഫ്രം എക്സ് ടു വൈ എന്ന്, അതായത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഒരു എക്സിൽ നിന്നും വൈയിലോട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ എഫ് ഫ്രം എക്സ് ടു വൈ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഡിഫൈൻ ചെയ്യും. അപ്പം നമ്മൾ ഇനി പറയുന്നത് എന്താണ്, ഒരു സെറ്റിൽ നിന്നും എക്സിലെ ഒരു മെമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പൊ ഇവിടെ ഞാൻ ഒരു മെമ്പർ എടുത്ത് അയാൾക്ക് ഒരു ഇമേജ് ഇവിടെ വേണം, മനസ്സിലായോ? അതാണ് സെറ്റിന്റെ പ്രത്യേകത. അതായത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റ് എയിൽ നിന്നും സെറ്റ് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ സെറ്റ് എയിലെ ഓരോ മെമ്പറിനും യുണീക്ക് ഇമേജ് വേണം. അതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എഫിനെ ഫംഗ്ഷൻ എന്ന് പറയും, എയെ ഡൊമൈൻ എന്നും ബിയെ കോ ഡൊമൈൻ എന്നും പറയും. ഇനി എയിലുള്ള മെമ്പേഴ്സിന് ആരോടൊക്കെ ബന്ധമുണ്ടോ അത്രയും ആൾക്കാരെ റേഞ്ച് സെറ്റിലെ മെമ്പർ ആണെന്ന് പറയും. ഇവിടെ നോക്കിക്കേ, എഫ് ഫ്രം എ ടു ബി അല്ലെ. ഇവിടെ ആരാണ്, എയിൽ നിന്നും ബിയിലോട്ട് ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ബന്ധമുള്ള കുറച്ച് പേരുണ്ട് അല്ലെ. ഈ ബന്ധുക്കാരെ എല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച് സെറ്റ് എന്ന് പറയും, മനസ്സിലായോ? അപ്പൊ ഇവിടെ എ ഡൊമൈന്, ബി എന്ന് പറയുന്ന ആരാണ്, കോ ഡൊമൈന്, ഇത്ര ആൾക്കാരെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നു, മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നമ്മൾ ഇപ്പോ സെറ്റ് എയിലെ ഒരു മെമ്പർ ആണ് സ്മോൾ എ എന്ന് വിചാരിക്കുക. സ്മോൾ എക്ക് ഇങ്ങോട്ട് ഒരാളോട് ബന്ധം ഉണ്ടെങ്കിൽ അയാളെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് പറയും അല്ലെ. എയുടെ ബന്ധം, അത് എയുടെ ഇമേജ് എന്ന് കാണിക്കുകയാണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. എഫ് ഓഫ് എ ഇവിടെ ഒരു ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ എയുടെ ഇമേജ് ആണ് ബി എന്ന് പറയും. എഫ് ഓഫ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എയുടെ ഇമേജ് ആണ് ബി എന്നും ബിയുടെ പ്രീ ഇമേജ് ആണ് എ എന്നും നമ്മൾ പറയും, മനസ്സിലായോ? ഇനി അടുത്തായിട്ട് പറയാണ് റേഞ്ച് സെറ്റ് എന്താണെന്ന് ഒരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എഫ് ഫ്രം ഇസഡ് ടു ഇസഡ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അതായത് ഇസഡിലെ ഒരു മെമ്പർ എടുത്താൽ അയാളുടെ സ്ക്വയർ ആണ് ഇസഡ് വരിക. അപ്പൊ ഇവിടെ ഡൊമൈൻ ആരാണ്, ഇസഡ്. കോഡൊമൈൻ ആരാണ്, ഇസഡ് അല്ലെ. ഇനി റേഞ്ച് എന്ന് പറയുമ്പം ഇസഡിന്റെ സ്ക്വയർ ആയിട്ട് ആരൊക്കെ വരുന്നു അവരാണ് റേഞ്ച് സെറ്റ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇസഡിൽ 0 വരും അല്ലെ, ഇന്റീജർ ആണ് 0. സീറോയുടെ ഡൊമൈൻ, സീറോയുടെ സ്ക്വയർ ആരാണ്, 0 തന്നെ അല്ലെ. പിന്നെ 1 വരും, 1ന്റെ സ്ക്വയർ ആരാ, 1 തന്നെ. 2 വരും, 2ന്റെ സ്ക്വയർ ആരാ, 4 വരും അല്ലെ. 3 വരും, 3യുടെ സ്ക്വയർ ആരാ, 9 വരും. അങ്ങനെ 0, 1, 4, 9 എക്സെട്ര എന്ന് പറയുന്ന ആൾക്കാരാണ് റേഞ്ച് സെറ്റിൽ വരുന്നത്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം, ഇവിടെ ആണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്ന ഇവിടെ എഫ് ഫ്രം എക്സ് ടു വൈ, എക്സിലെ മെമ്പേഴ്സ് ആണ് x1, x2, x3, x4. വൈയിലെ മെമ്പേഴ്സ് y1 തുടങ്ങി y6 വരെ ഉണ്ട്. അപ്പൊ ഇവിടെ എക്സിലെ മെമ്പേഴ്സിനെ എല്ലാം ഡൊമൈൻ എന്ന് പറയുന്നു, കണ്ടോ. സെറ്റ് x1, എക്സെട്ര x4നെ നമ്മൾ ഡൊമൈൻ എന്നും, കോഡൊമൈൻ എന്ന് പറയുന്ന വൈയിലെ മെമ്പേഴ്സിനെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ആരോടൊക്കെ ബന്ധമുണ്ടോ അവരാണ്. ഇവിടെ ആരോടൊക്കെ ബന്ധമുണ്ടോ, y1നോട്, y2നോട്, y3യോട്, y4നോട് ബന്ധമുണ്ട്. അങ്ങനെയുള്ളവരെ പിറക്കി വെച്ചേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, റേഞ്ച് സെറ്റ് എന്ന് നമ്മൾ പറയുന്നു, മനസ്സിലായോ? ഇനി നമ്മളിപ്പോ ഈ റേഞ്ച് സെറ്റിലെ x1ന്റെ ഇമേജ് ആണ് y1. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി എഫ് ഓഫ് x1 ഈക്വൽ ടു y1. x2ന്റെ ഇമേജ് ആണ് y2, എഫ് ഓഫ് x2 ഈക്വൽ ടു y2. x3യുടെ ഇമേജ് ആണ് y3, എഫ് ഓഫ് x3 ഈക്വൽ ടു y3 അല്ലെ. x4ന്റെ ഇമേജ് ആണ് y4 അല്ലെ. അപ്പൊ എന്താണ്, എഫ് ഓഫ് x4 ഈക്വൽ ടു y4. അപ്പൊ നമുക്ക് തിരിച്ചു പറയും, y1ന്റെ ആരാ x1, പ്രീ ഇമേജ് ആണ് അല്ലെ. y2ന്റെ പ്രീ ഇമേജ് ആണ് x2. അങ്ങനെയാണ് പ്രീ ഇമേജിനെ കാണിക്കാൻ നമ്മൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചു കേട്ടോ. ഇപ്പം എക്സിന്റെ ഇമേജുകളെ എല്ലാം കൂടെ എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതിനകത്ത് ആരാ വരുന്നത്, എഫ് ഓഫ് x1, എഫ് ഓഫ് x2 എക്സെട്ര എഫ് ഓഫ് x4 അല്ലെ. എഫ് ഓഫ് x1 ആരാ നമുക്കറിയാം, y1, അടുത്ത y2 എക്സെട്ര y4. ഇത് ആക്ച്വലി ആരുടെ സബ്സെറ്റ് ആണ്, ഡൊമൈന്റെ സബ്സെറ്റ് അല്ലെ, കോഡൊമൈന്റെ സബ്സെറ്റ്. അപ്പൊ സബ്സെറ്റ് ഓഫ് y എന്ന് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം പ്രീ ഇമേജ്,
ഇവിടെ നോക്കിക്കേ, x1 y1ന്റെ പ്രീ ഇമേജ് ആണ് x1 അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും എഫ് ഇൻവേഴ്സ് ഓഫ് y1 എന്ന് പറയും കേട്ടോ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് റേസ് ടു -1 ആണ് ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്. നോക്കിയേ, എഫ് ഇൻവേഴ്സ് ഓഫ് -1. ഇപ്പൊ നോക്കിയേ, എഫ് ഇൻവേഴ്സ് ഓഫ് വൈയുടെ പ്രീ ഇമേജ് ആരൊക്കെയാണെന്നാണ് എഫ് ഇൻവേഴ്സ് ഓഫ് y1, എഫ് ഇൻവേഴ്സ് ഓഫ് y2 എക്സെട്ര എഫ് ഇൻവേഴ്സ് ഓഫ് y4. അപ്പൊ y1ന്റെ പ്രീ ഇമേജ് x1 ആണ്, അതെഴുതി. y2ന്റെ പ്രീ ഇമേജ് x2 ആണ്, അങ്ങനെ എക്സെട്ര y4ന്റെ പ്രീ ഇമേജ് x4 ആണ്. ആക്ച്വലി അത് എന്താണ്, നമ്മുടെ സെറ്റ് ഡൊമൈൻ എന്ന് പറയുന്ന x തന്നെയാണ് അല്ലെ. അപ്പൊ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാനായി ചോദിക്കും. ഇപ്പൊ ഫംഗ്ഷനെ വേറൊരു രീതി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. നോക്കി, എഫ് ഫ്രം എ ടു ബി വിത്ത് എ ഫംഗ്ഷൻ ദെൻ ഇമേജ് ഓഫ് എ ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എ. കണ്ടോ, എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എഫിന്റെ ഇമേജിനെ നമ്മൾ സ്മോൾ എഫ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ, എയിലുള്ള ആൾക്ക് ബിയിൽ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഫ് ഓഫ് എകളുടെ കളക്ഷൻ ആണ് അല്ലെ. ബിയിലുള്ള ആൾക്കാരാ എ എവിടത്തെയാണ്, ക്യാപിറ്റൽ എയിൽ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആണ് നമ്മൾ പറയുക എന്തെന്ന്, ഇമേജുകളുടെ കളക്ഷൻ ആണ്. ഇഫ് വൈ സബ്സെറ്റ് ഓഫ് ബി, നോക്കുക, വൈ സബ്സെറ്റ് ഓഫ് ബി ദെൻ പ്രീ ഇമേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിനോട്ട് ചെയ്യുന്ന എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ എന്താ, സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ എവിടുത്തെ മെമ്പർ ആയിരിക്കാം, വൈയിലെ മെമ്പർ ആയിരിക്കാം അല്ലെ. പ്രീ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ എയിലെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ, ബിയിലുള്ള അതിന്റെ കളക്ഷൻ, ബിയിലുള്ള, അതായത് എക്സ്, ഇപ്പൊ എയിൽ നിന്ന് ബിയിലോട്ടാണ്, ബിയിലുള്ളതിന് എയില് എ എന്ന് പറയുന്ന സെറ്റിൽ ആരോടോ ബന്ധമുണ്ടോ അതാണ് അല്ലെ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ബിലോങ്സ് ടു വൈ, അങ്ങനെയാണ് അല്ലെ. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു സം ബി എന്ന് വേണേ പറയാം. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, അടുത്തൊരു എക്സാമ്പിൾ ആണ്, കണ്ടോ, അതായത് കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ്. അപ്പൊ നമ്മളോട് പറയുവാണ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ്. അങ്ങനെയാണ് നമ്മളോട് പറയുക എഫ് ഓഫ് 2 ആരാണ്, എഫ് ഓഫ് 3 ആരാണ്, എഫ് ഓഫ് -3 ആരാണ്, എഫ് ഓഫ് 0 ആരാണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ, 2 എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ മതി അല്ലെ. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് വരും, അത് എത്ര വരും, 8 അല്ലെ. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് വരും, 3 × 3 × 3 അത് 27 അല്ലെ. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞ, എഫ് ഓഫ് -3 എന്ന് പറഞ്ഞാലോ, -3 × -3 × -3 -3 × -3 +9 +9 × -3 -27 അല്ലെ. പിന്നെ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0യുടെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, 0 തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ അടുത്താണ് ഇത് ഇമ്പോർട്ടൻ്റ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. എഫ് ഇൻവേഴ്സ് ഓഫ് 0 2 എന്ന് പറയും, ക്ലോസ് ഇന്റർവൽ 0 2 ആണ്. അപ്പൊ എന്താണ്, എൻഡ് പോയിന്റ്സിന്റെ ക്യൂബ് എടുത്താൽ മതി കേട്ടോ. എഫ് ഇൻവേഴ്സ് ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എഫ് ഇൻവേഴ്സ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എഫ് ആണ്, എഫ് ഓഫ് 0 2 ആണ്, നമ്മൾ എഫ് ഓഫ് 0 2 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എഫ് ഓഫ് 0 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 0യുടെ ക്യൂബ് 0 തന്നെ, ക്ലോസ് ഇന്റർവൽ ആയതുകൊണ്ടാണ് ക്ലോസ് ഇന്റർവൽ തന്നെ ഇട്ടത്. 2ന്റെ ക്യൂബ് 8, അപ്പം ക്ലോസ് ഇന്റർവൽ 0 8 ആണ് നമ്മൾ പറയുക. എന്താ ഇമേജ്, എഫ് ഇൻവേഴ്സ് ഓഫ് എന്താണ്, ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് ആണ് 0 2 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് 0 8 എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്ലോസ് ഇന്റർവൽ 0 2 ആയിരിക്കും. അങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ അടുത്തായിട്ട് എന്താന്ന് നോക്കിക്കേ, ലെറ്റ് എഫ് ബി ദ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ, ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ആണ്. നമ്മളോട് പറയുവാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. ഇതാകും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ലെറ്റ് എഫ് ഫ്രം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ എഫ് എവിടെ നിന്ന് എങ്ങോട്ടാണ്, ആറിൽ നിന്നും ആറിലോട്ടാണ്. അപ്പൊ അത് ഡിഫൈൻ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ x², അതായത് ഡൊമൈനില് ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ സ്ക്വയർ ആണ് റേഞ്ച് സെറ്റ് വരുന്നത്. നമ്മളോട് പറയുവാണ് എഫ് ഇൻവേഴ്സ് ഓഫ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മൾക്ക്, അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എഫ് ഓഫ് എക്സ് ആരാൻ തന്നിട്ടുണ്ട് അത് നമ്മൾ എടുത്തെഴുതുക കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x², എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മൾ താഴെ കണ്ടുപിടിക്കേണ്ട എന്താണോ അതാണ് ഒന്നുകൂടെ എടുത്തെഴുതുക. എന്താ കണ്ടുപിടിക്കേണ്ടേ, എഫ് ഇൻവേഴ്സ് ഓഫ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4 അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഴുതിക്കുക, എങ്ങനെ ആയിരിക്കും, എഫ് ഇൻവേഴ്സ് ഓഫ് ഇറക്കി എഴുതി സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാൻ തന്നിട്ടുണ്ട്, x² ആണ് തന്നിട്ടുണ്ട് അല്ലെ. x² ഗ്രേറ്റർ ദാൻ 4 അതുപോലെ തന്നെ നമ്മൾ ഇറക്കി എഴുതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ദിസ് ഈക്വൽ ടു എന്നാന്ന് എഴുതാം, x² ഗ്രേറ്റർ ദാൻ 4. x² ഗ്രേറ്റർ ദാൻ 4നേക്കാൾ വലുതാകാന്ന് പറഞ്ഞേക്കുന്നത് x² അല്ലെ. അപ്പൊ 4 ആകുന്ന സിറ്റുവേഷൻ ഏതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. 4 ആകുന്ന സിറ്റുവേഷൻ x2 ആവുമ്പോഴാ അല്ലെ. x2 -2 ആകുമ്പോ 4 ആവും, ശരിയല്ലേ. അപ്പൊ x2 -2 ആകുമ്പോ അപ്പൊ 2 × 2